റിപ്പോർട്ടർ ബ്രേക്കിംഗ്. NDAയിലേക്ക് പോകണമെന്ന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു വിഭാഗം. UDF അല്ലാതെ മറ്റൊരു മുന്നണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. കേരള കോൺഗ്രസ് എം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് നിർദ്ദേശം വന്നത്. മലബാർ മേഖലയിൽ നിന്ന് സമാനാഭിപ്രായം ഉയർന്നു. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, താമരയിലെയാകുമോ? അതിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിൽ അഭിപ്രായം എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആദ്യമായി അഭിപ്രായം ഉന്നയിച്ചത് അല്ലെങ്കിൽ അത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ്. ജില്ലാ അധ്യക്ഷൻ തന്നെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മറ്റേതെങ്കിലും ഒരു UDF അല്ലെങ്കിൽ LDF അല്ലാതെ ഒരു മുന്നിൽ വിട്ടു നിൽക്കണം, അതിൽ അല്ലാതെ ഒരു മുന്നിൽ നിന്നും സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന കാര്യമാണ് പറഞ്ഞത്. അതിൽ ചെയർമാൻ തന്നെ അങ്ങോട്ടേക്ക് അത് BJP ആണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നും അതെ എന്ന മറുപടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് മലബാർ ഭാഗത്തു നിന്നും സമാനമായ അഭിപ്രായം വന്നത്. മറ്റൊരു മുന്നണിയിലേക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് മലബാർ മേഖലയിൽ നിന്നും അതേ രീതിയിലുള്ള അഭിപ്രായം ഉയർന്നു വന്നു. അർഹതപ്പെട്ട സ്ഥാനം, അതായത് ചെയർമാന് ഒരു മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനവും ലഭിക്കും, ഒരു ഗവർണർ സ്ഥാനം കൂടി പദവി കൂടി ലഭിക്കുകയാണെങ്കിൽ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് മലബാറിൽ നിന്നുള്ള പ്രതികൾ പറയുകയും ചെയ്തിരുന്നത്. അതായത് NDAയിലേക്ക് പോകണമെന്നൊരു അഭിപ്രായം ഒരു വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി അടക്കം നേതാക്കൾ ഒരു അനുകൂലമോ പ്രതികൂലമായ ഒരു മറുപടി പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ഇനി വരുന്നു, അതായത് അടുത്ത വരുന്ന ചർച്ചകളിൽ, അതായത് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് താഴെ ഘടകങ്ങളിലൂടെ എല്ലാം തന്നെ അവർ അഭിപ്രായങ്ങൾ തേടി അതിൽ ചർച്ചകൾ നടത്തണം. അതിനുശേഷം വരുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാം. ജോസ് കെ മാണി സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അത് സഭകൾക്കൊപ്പം നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച സാധ്യമാണോ? ഈ ചർച്ച ഉണ്ടാകുമോ അല്ലെങ്കിൽ NDAയിലേക്ക് പോകുമോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഇപ്പോൾ ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം അവർക്കുണ്ടോ എന്നും പറയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായി ഇത്തരത്തിൽ അത് NDAയിലേക്ക് പോകണം എന്നൊരു ആവശ്യം, പോയാൽ നല്ലതാണ് എന്നൊരു അഭിപ്രായം കൃത്യമായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. അത് ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അത് കൊല്ലത്തു നിന്നുള്ള അംഗങ്ങളും ഒപ്പം തന്നെ മലബാറിൽ നിന്നുള്ള അംഗങ്ങളും ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നതാണ്. അതായത് UDF LDF അല്ലാതെ ഒരു മുന്നണിയിലേക്ക് പോകണം എന്നൊരു അഭിപ്രായം, അല്ലെങ്കിൽ അവസരം വന്നാൽ പോയാൽ തെറ്റില്ല എന്ന അഭിപ്രായം പറഞ്ഞു. നല്ലൊരു അർഹതപ്പെട്ട സ്ഥാനം കിട്ടിയാൽ പോകുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായം മലബാറിൽ നിന്നും പറയുമ്പോൾ കൊല്ലത്തു നിന്നും വളരെ കുറച്ചുകൂടി കൃത്യമാണ്, കുറച്ചുകൂടി വ്യക്തമാണ് എന്നുള്ളതാണ്. അതായത് ചെയർമാൻ തന്നെ ചോദിക്കുന്നു BJP ആണോ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതേ എന്ന മറുപടിയാണ് കൊല്ലത്തു നിന്നുള്ള പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് NDAയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു ചർച്ച അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം അതിനുള്ളിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ തന്നെയുള്ള അംഗങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ അഭിപ്രായം ചെയർമാനുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് മുതിർന്ന നേതാക്കൾക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായ തീരുമാനം എടുക്കേണ്ടത് അത് ചെയർമാൻ തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും LDF വിട്ടു നിൽക്കണം, അതായത് ഒറ്റയ്ക്ക് നിൽക്കണം എന്നൊരു അഭിപ്രായം ഇന്നലത്തെ യോഗത്തിൽ കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്ക് നിന്ന് കരുത്ത് തെളിയിക്കണം എന്ന ആവശ്യം ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളിൽ നിന്നും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ NDAയുമായി എന്ന ചില ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്.